നമ്മുടെ അറിയലിനെ സ്വാധീനിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരികയാണല്ലോ. അതില് ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യമേ ചില വിവരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ വിട്ടു കൊടുക്കൂല. ആദ്യം എന്താണോ മനസ്സിലാക്കിയത് അതാണ് നമുക്കുള്ള വിവരമെന്ന് നമ്മൾ അങ്ങ് എടുക്കും. പിന്നെ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ആങ്കറിംഗ് ബയസ് അഥവാ പ്രഥമധാരണ പക്ഷപാതം എന്നാണ് പറയുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ആങ്കറിംഗ് ബയസ് ക്യാൻ ലിമിറ്റ് ജഡ്ജ്മെന്റ് ആൻഡ് ഫ്രീഡം. പ്രഥമധാരണ പക്ഷപാതം അഥവാ ആങ്കറിംഗ് ബയസ് ആദ്യമായി ലഭിക്കുന്ന വിവരം പിന്നീട് വരുന്ന കാരണങ്ങളെ വിലയിരുത്താനുള്ള നങ്കൂരമായി മാറുന്നതാണ് പ്രഥമധാരണ പക്ഷപാതം. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും ആ നങ്കൂരം കെട്ടി വലിക്കുന്നൊരവസ്ഥ. ആദ്യ വില, ആദ്യ ധാരണ, ആദ്യാനുഭവം എന്നിവ പിന്നീട് ചിന്തയെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാം. ആവർത്തിക്കുമ്പോൾ ഇതൊരു പ്രതികരണ പാറ്റേണായി മാറാം. ആദ്യ ധാരണ തിരിച്ചറിഞ്ഞ് ഇടവേള എടുക്കുകയും പുതിയ തെളിവുകളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സ്വതന്ത്രവും സുതാര്യവുമായ വിലയിരുത്തൽ സാധ്യമാണ്. ഇതാണ് ആങ്കറിംഗ് ബയസിനെ കുറിച്ച് പറയുന്നത്. നമുക്കതിനെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഈ ആദ്യമായി കണ്ട കാര്യം, അത് ഈ ആദ്യമായി കണ്ടതിനെയൊക്കെ പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ഞാൻ ആദ്യം പഠിച്ച സ്കൂള്, ആദ്യം എന്നെ പഠിപ്പിച്ച മാഷ്, എന്റെ ആദ്യാനുരാഗം, ആദ്യം ഞാൻ കാലുകുത്തിയത് എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. ഈ ആദ്യത്തെ എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഇട്ട വസ്ത്രം, ഈ അടുത്ത കാലം വരെ ഇത്രയും വലുപ്പമുള്ള ഒരു കുഞ്ഞുടുപ്പ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇട്ട വസ്ത്രം എന്നുള്ളത്. അപ്പൊ അമ്മ എല്ലാരെയും കാണിക്കും, ഞാൻ എല്ലാരെയും കാണിക്കും, എന്റെ ഭാര്യ എല്ലാരെയും കാണിക്കും, അങ്ങനെ എന്റെ മക്കൾ എല്ലാരെയും കാണിക്കും, അങ്ങനെ ഒരു കുഞ്ഞുടുപ്പ്. അപ്പൊ ഈ ആദ്യത്തെ എന്ന് പറയുന്നതിന് നമുക്ക് വളരെ താല്പര്യമുണ്ട്. ആദ്യത്തെ കുഞ്ഞിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവും, ആദ്യം വാങ്ങിച്ച പുസ്തകത്തോട് താല്പര്യം ഉണ്ടാവും, ആദ്യത്തെ ഡ്രസ്സിനോട് താല്പര്യം ഉണ്ടാവും. അപ്പോ ഈ താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഇൻഡെക്സിങ്ങിൽ ഏറ്റവും ആദ്യമേ സ്ഥാനം പിടിക്കുമ്പോൾ അതിനൊരു സവിശേഷ ഭാവം നൽകാൻ നമുക്ക് ഒരു ത്വരയുണ്ടായിരിക്കും. ഇത് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ആ ഇന്റിമസി എന്ന് പറയുന്നത് തെറ്റല്ല, ആദ്യത്തേതിനോടുള്ള ഒരു താല്പര്യം എന്നുള്ളത് തെറ്റല്ല. നമ്മൾ ആദ്യമായിട്ട് ആ ഡേറ്റയുടെ ആ ഇൻഡെക്സിങ്ങിൽ ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്തതിനുള്ള താല്പര്യം തെറ്റല്ല. പക്ഷെ ഇത് നമ്മുടെ അറിയലിനെ സ്വാധീനിക്കുന്നു എന്നത് വരുമ്പോ അവിടെ നമ്മൾ ഒരു പരിശോധന ആവശ്യമായിട്ട് വരുന്നു. അവിടെ ഈ പ്രഥമ ധാരണാപക്ഷപാതം എന്നാണ് അതിന് പറയുക. ആദ്യമായി നമുക്കുണ്ടായ ധാരണയുണ്ടല്ലോ, ആ ധാരണയോടുള്ള പക്ഷപാതം, ആദ്യമായി ലഭിക്കുന്ന വിവരത്തോടുള്ള സ്വാധീനം, ആദ്യമായിട്ട് കിട്ടുന്ന ധാരണയെ അതിനെ പ്രൈമറി റെഫറൽ പോയിന്റ് ആയിട്ട് എടുക്കല്, പിന്നീട് വരുന്ന വിവരങ്ങളെ ഇതുമായി താരതമ്യം ചെയ്യും, ഈ ആദ്യം കിട്ടിയ സാധനങ്ങളായിട്ട് താരതമ്യം ചെയ്യും. അപ്പോ പലപ്പോഴും ഉണ്ടാവുന്ന വെച്ചാൽ ഈ അപൂർണ വിവരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരം ഉണ്ടല്ലോ, അപൂർണമായിട്ടുള്ള വിവരം ഉപയോഗിച്ചുകൊണ്ട് ഈ ആദ്യത്തെ ആയിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മൾ നിപ്പിൽ അങ്ങ് ഒരു ഇവാലുവേഷൻ നടത്തും. ഈ ആദ്യത്തെ വിവരം എന്നുള്ളത് ചില സമയത്തൊന്നും പ്രസക്തമാവുകയില്ല. ആദ്യം കഴിച്ച ഭക്ഷണം നമ്മുടെ ജീവിതമായിട്ട് ചിലപ്പോൾ യാതൊരു കണക്ഷൻ ഇല്ലായിരിക്കും, അല്ലെ ആദ്യം നമ്മളെ എടുത്ത വ്യക്തി, ആദ്യം എനിക്ക് ടോയ് വാങ്ങിച്ചു തന്ന ആള്, ഇതൊന്നും നമ്മുടെ ഈ യഥാർത്ഥ സംഭവമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തായിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ സ്വാധീന വലയത്തിൽ കൊടുങ്ങും. അപ്പൊ ഈ ആദ്യ വിവരം എന്നുള്ളത് ഈ നങ്കൂരം ഇട്ടല്ലോ, കപ്പലൊക്കെ നങ്കൂരം ഇടില്ലേ, ആ നങ്കൂരം ഇടണ പോലെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് പിന്നെ ബാക്കിയുള്ള വിലയിരുത്തൽ നടന്നുകൊണ്ടാണ് ഇതിന് ഈ നങ്കൂര സ്വാധീനം എന്ന് പറയുന്നത്, ആങ്കറിംഗ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവര് ആ സാധനത്തിന്റെ വിലയല്ല പറയാം. ഈ സാധനത്തിന് മാർക്കറ്റിൽ എന്ത് വില ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തരം ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഇന്ന ഫെസിലിറ്റി ഉള്ള ആ സാധനത്തിന് എന്ത് വിലയുണ്ടാവും. അപ്പൊ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വില ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് പറയും, ഒരു വലിയ സംഖ്യ നമ്മളോട് കാണിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വലിയൊരു അഭിപ്രായം പറയും. ഈ അഭിപ്രായം ഇട്ടതിന് ശേഷം ആ ഒരു വസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് ആദ്യമായിട്ട് കിട്ടുന്ന ആ സംഭവം ഉണ്ടല്ലോ,
അതങ്ങ് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് പറയുക. അപ്പോ നമ്മൾ പെട്ടെന്ന് ഈ ആദ്യത്തേതിന്റെ പിടിയിലങ്ങ് നിൽക്കും. 5000 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ ഇപ്പോ അത് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ വന്നിട്ട് അവസാനം പറയും 500. അയ്യോ, എന്തൊരു ലാഭമാണ് നമ്മൾ ആലോചിക്കും. ആദ്യം തന്നെ 500 പറയണമെന്നിരിക്കട്ടെ, അത് കുറയുമോ നമ്മൾ ആലോചിക്കും. പലപ്പോഴും ആദ്യം തന്നെ 500 കേൾക്കുമ്പോൾ ആ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള സാധ്യത കുറവായിരിക്കും. ആദ്യം 5000 കേട്ടിട്ട് വാങ്ങിക്കുമ്പോൾ, ഇത് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്ന ഒരു വളരെ മാർക്കറ്റിംഗ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രമാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സംഭവമാണ്. ഒരു കാര്യത്തിന് പോയി, സ്റ്റേജിൽ കയറാൻ പോയി, ആ സമയത്ത് ചെറിയൊരു വീഴ്ച പറ്റി, സംസാരത്തിലെ വീഴ്ച അല്ലെങ്കിൽ സ്റ്റേജിൽ മറ്റെന്തെങ്കിലും പരാജയത്തിന്റെ അനുഭവം ഉണ്ടായി. അതുകൊണ്ട് സ്റ്റേജിൽ കയറുന്ന സമയത്തല്ല നമ്മൾ പരാജയത്തെ കുറിച്ച് ആലോചിക്കും. അല്ലെ, സ്റ്റേജ് ഫിയർ ഒക്കെ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ചില കാര്യങ്ങളിൽ ഈ നമുക്ക് ഒരു കാര്യത്തിൽ ചെന്നു, അപ്പൊ അത് വിജയിച്ചു, അതുകൊണ്ട് ഇനി ചെയ്യുന്നതെല്ലാം വിജയമാകുന്നുണ്ട്. അതിന്റെ പുറകെ നടന്നാൽ ഒരു സ്ഥലത്തൊരു കട ഒരാൾ തുടങ്ങി, അത് വിജയിച്ചു, പിന്നെ തുരാന്ന് പറഞ്ഞ അവിടെ ആളുകൾ അവിടെ വന്ന് കട തുടങ്ങും. അല്ലെ, ഒരു വിജയാനുഭവത്തെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണത്. അപ്പോ ഇവിടെ ഈ ആങ്കറായി മാറുന്നത് പിന്നീടുള്ള ചിന്തയ്ക്കുള്ള തുടക്കമാകുന്ന ഒരു ബിന്ദുവാണ്. അല്ലെ, പുതിയൊരു കാര്യത്തെ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പ്രൈമറി പോയിന്റ് ആയിട്ടത് മാറുന്നു. അപ്പോ ഈ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം, ആ പ്രഥമ ധാരണ എന്ന് പറയുന്നത്, അതാണ് അങ്കൂരമായിട്ട് വരുന്നത്. ഈ അവിടേക്കാണ് പുതിയ വിവരം എത്തുന്നത്. ആ പുതിയ വിവരം എന്നുള്ളത് ആങ്കറിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് വിലയിരുത്തുക. അപ്പൊ തീരുമാനം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന തിരിച്ചറിവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വിവരത്തെ സ്വതന്ത്രമായി വിലയിരുത്താതെ പഴയ റഫറൻസിനോട് ചേർത്ത് താരതമ്യം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ വിലയുടെ ഉദാഹരണം, ആദ്യത്തെ വില 50,000 രൂപ, പിന്നീട് നമ്മൾ 35,000 രൂപ. അപ്പോ മനസ്സിലെന്താണ് ധാരണ വരിക? 15,000 രൂപ ലാഭം എന്നുള്ളത്. പക്ഷെ ചോദിക്കേണ്ടത്, 35,000 രൂപയ്ക്ക് ഈ സാധനം വാങ്ങിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ, അത് ശരിക്കും വർത്തിയാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷെ ഈ ആങ്കറിങ് എന്നുള്ളത് 50,000 പറിച്ച് 35,000 പറയുന്ന സമയത്ത് ആ വില കുറഞ്ഞതായിട്ടുള്ള തോന്നലുണ്ട്. അതിലാണ് ആളുകൾ ഇത് പർച്ചേസ് ചെയ്യുക. അപ്പൊ അത് മാർക്കറ്റിങ്ങിന് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ നമ്മുടെ ആ മെന്റൽ കമ്പാരിസണിൽ ആങ്കറിംഗ് ബയസ് എന്നുള്ളത് വളരെ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുട്ടികളെ വളർത്തുമ്പോൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അമ്മമാർ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ടാക്ടിക്കാണ്. കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ അവന്റെ ശ്രദ്ധയെ ഏതെങ്കിലും തരത്തിൽ തിരിപ്പിച്ച് അവന് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു വലിയ സംഭവം കാണിച്ചിട്ട് അത് വെച്ചിട്ട് ഇപ്പൊ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ഇത് ചെറുതല്ലേ എന്ന രീതിയിൽ കൊണ്ട് ചെയ്യും. ഇപ്പൊ ജീവിതത്തിൽ ഈ സംഭവം ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ മാർക്കറ്റിംഗിന്റെ കാര്യത്തില് ഈ ജീവിതത്തിൽ വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പോ ഒരാളെ കുറിച്ചുള്ള ആദ്യത്തെ ഇംപ്രഷൻ ഉണ്ടായിരുന്നിരിക്കട്ടെ, ബാക്കി മുഴുവൻ അയാളെ അത് വെച്ചിട്ടാണ് കണക്കാക്കുക. ആദ്യം എന്താണോ തലയിൽ കയറി, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ആ സംഭവമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ ആ ഇംപ്രഷൻ എന്താണോ ഉണ്ടായത് അതിനനുസരിച്ചാണ് പിന്നീട് എന്ത് വരുമ്പോഴും നമ്മൾ വിലയിരുത്തുക. വളരെ ചുരുക്കം ആളുകളെ ഫസ്റ്റ് ഇംപ്രഷനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നു. എപ്പോഴും നമ്മൾ അതിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ജോലിയിൽ ഫസ്റ്റ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിവിനെ കുറിച്ച് ഒരു ധാരണ വരും. പിന്നെ എന്തൊക്കെ കുളവാക്കിയാലും അയാൾ ഇത്രയും കഴിവുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് ഒരു അവസ്ഥ വരും. അല്ലെ, പലപ്പോഴും റിലേഷൻഷിപ്പിന് ഈ ആദ്യത്തെ അനുഭവമാണ് വ്യക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നത്. സ്വയം വിലയിരുത്തലാണെങ്കിലോ പഴയ പരാജയം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എനിക്ക് കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. പഴയ വിജയമുണ്ടെങ്കിൽ എനിക്കത് കഴിയുമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എപ്പോഴും ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ, ഫസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന കാര്യം വലിയൊരു മാനസികമായിട്ടുള്ള റെഫറൽ പോയിന്റ് ആയിട്ട് മാറും. ഇത് എങ്ങനെയാണ് പാറ്റേൺ ആയിട്ട് മാറുന്നത്? ആദ്യത്തെ അനുഭവം ഉണ്ടായി, അത് ആങ്കറായി മാറി, അത് ഒരു പുതിയ അനുഭവമായിട്ട്, പുതിയ അനുഭവം വരുന്ന സമയത്ത് പഴയതുമായിട്ട് താരതമ്യം ചെയ്യും. അപ്പോ പഴയ സാധനം അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് അവിടെ മാറുന്നില്ല. അപ്പൊ അതേ സംഭവമാണ് റെഫറൽ പോയിന്റ്, അത് തന്നെ വ്യാഖ്യാനിക്കും, അതേ പ്രതികരണം അത് ആവർത്തിക്കും. അപ്പൊ പ്രതികരണത്തിന്റെ പാറ്റേൺ ആവർത്തിക്കുന്നതാണ് പാറ്റേൺ ആയിട്ട് മാറുന്നത്, പ്രതികരിക്കുന്നത് പാറ്റേൺ ആയിട്ട് മാറുന്നു. അപ്പോൾ ആങ്കർ, ഇന്റർപ്രിട്ടേഷൻ, റെസ്പോൺസ്, പിന്നെ റിപ്പീറ്റേഷൻ, പാറ്റേൺ, ഈ ഫോമിലാണ് അത് ഉണ്ടാവുക. അപ്പൊ ന്യൂറോസെപ്ഷന്റെ കാര്യത്തിലും കോഗ്നീഷനും ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയും ഇത് തന്നെയാണ്. ശരീരത്തിന് ആ ന്യൂറോസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണല്ലോ, അല്ലെ? ആ ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തും. ആ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്? നമ്മൾ ഇതിൽ കാണുന്നതിന്റെ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും.
ഇപ്പോ നമ്മുടെ ശരീരത്തെ കംഫർട്ടബിൾ ആക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ ഫിയർഫുൾ ആക്കാൻ പാകത്തിൽ ആദ്യത്തേത് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ന്യൂറോസെപ്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ അറ്റൻഷൻ അത് കൊണ്ടുപോകും. അത് നമ്മുടെ ഒരു അറിവായിട്ട് വരും, അതിന്റെ വ്യാഖ്യാനമായിട്ട് വരും, അതിന്റെ പ്രതികരണം വരും. അപ്പൊ ഈ രീതിയിൽ നമ്മളിപ്പോ ഒരു കയറ് കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഉള്ളിൽ പോകുന്നത് പണ്ട് കണ്ട ആ കാഴ്ചയുടെ ആദ്യത്തെ റെഫറൽ പോയിന്റാണ്. അപ്പൊ ആദ്യ വിവരത്തിന്റെ സ്വാധീനത്തിൽ കുടുങ്ങിയാണ് നമ്മൾ മിക്കവാറും എല്ലാ വിവരങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പൊ മുൻ അനുഭവങ്ങൾ ആങ്കറായി മാറും, അത് ഇപ്പോഴത്തെ വിലയിരുത്തലിനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? നമുക്ക് സ്വയം ചോദിക്കാൻ കഴിയണം, ആദ്യം ഞാൻ എന്താ കേട്ടത്, അതാണോ എന്റെ റെഫറൽ പോയിന്റ്? നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും നമ്മളൊരു വെബ്കാം വാങ്ങും. വെബ്കാം വാങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞ ഒരു വിവരം ഉണ്ടാവും, ഈ വെബ്കാമുകളെല്ലാം തന്നെ തട്ടിപ്പാണ്. നമ്മൾ പിന്നെ സോണിയുടെയോ അല്ലെങ്കിൽ ഇമീറ്റിന്റെയോ ഏത് തരം വെബ്കാം വാങ്ങിക്കാൻ പോയാലും ഈ ആദ്യം ഇയാൾ പറഞ്ഞ 350 രൂപയുടെ വെബ്കാമിനെ കുറിച്ച് 35,000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇത് തട്ടിപ്പാണ് എന്നുള്ള വാർത്ത നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഇങ്ങനെ ഒരു റെഫറൽ പോയിന്റ് നമ്മുടെ തലയിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഏത് കാര്യം എടുക്കുമ്പോഴും എന്ത് കാര്യം എടുക്കുമ്പോഴും നമുക്ക് അതിനുശേഷം കിട്ടുന്ന വിവരങ്ങൾ സ്വതന്ത്രമായി നമ്മൾ പരിശോധിച്ചോ എന്നത് പരിശോധിക്കുക. സ്വതന്ത്രമായി നമുക്ക് ആ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക. ആദ്യത്തെ വിവരം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ തീരുമാനം മാറുമായിരുന്നു എന്നത് പരിശോധിക്കുക. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു റെഫറൽ പോയിന്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പൊ ഈ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കേണ്ട പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ യാഥാർത്ഥ്യത്തെ വിലയിരുത്തുകയാണോ അതോ എന്റെ ആദ്യ ധാരണയുമായിട്ട് താരതമ്യം ചെയ്യുകയാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ പാറ്റേൺ ഷിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പഴയ രീതി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഇൻഫർമേഷൻ ആങ്കർ ആവുന്നു, അത് താരതമ്യത്തിന് കാരണമാകുന്നു, അത് എന്റെ മുൻവിധിക്ക് കാരണമാകുന്നു, അത് എന്റെ പ്രതികരണത്തിന് കാരണമാകുന്നു എന്നുള്ള രീതി, ആ രീതി മാറ്റിയിട്ട് ആ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള സംഭവം ഇരുന്നോട്ടെ. പക്ഷെ അത് അല്ല, നമ്മൾ പുതിയൊരു കാര്യം കിട്ടുന്ന സമയത്ത് പോസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ട. ഫസ്റ്റ് ഇൻഫർമേഷൻ ഒരു റെഫറൽ പോയിന്റ് ആയിട്ട് അവിടെ വെക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ റീഅസസ് ചെയ്യും, കാര്യത്തെ റീഅസസ് ചെയ്യും. മൾട്ടിപ്പിൾ റെഫറൻസസ് വയ്ക്കുക, വ്യത്യസ്ത കാര്യങ്ങളുമായിട്ട് ചേർത്തിട്ട് കൊണ്ടുപോവുക. അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക, പലതരം റെഫറൻസ് പോവുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോ ഇതിൽ പരിവർത്തനം എന്ന് പറയുന്നത് ആദ്യ ധാരണ എന്നുള്ളതിൽ നിന്നും തുറന്ന വിലയിരുത്തൽ എന്നതിലേക്ക് മാറുമ്പോഴാണ് ഈ പരിവർത്തനം ഉണ്ടാവുന്നത്. ഒരു റെഫറൽ പോയിന്റിന് പകരം പല റെഫറൻസ് പോയിന്റുകൾ ഉപയോഗിക്കുന്ന ആ ഒരു രീതി നമ്മൾ ആദ്യം താരതമ്യം ചെയ്യുന്നു എന്നുള്ളൊരു മരം തെളിവുണ്ട് എന്നുള്ളത് നോക്കുക. ഞാൻ വെബ്കാമിന്റെ കാര്യം പറഞ്ഞത് വെറുതെ അല്ല. ഒരു പുതിയ വെബ്കാം വാങ്ങാനായിട്ട് ഞാൻ ഇന്നലെ എന്റെ പ്രൈമറി റെഫറൻസ് മുഴുവൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹീനായിട്ട് എക്സാമിൻ ചെയ്തു. ആ സമയത്ത് ഈ പ്രൈമറി റെഫറൻസ് പലതും പൊളിഞ്ഞു പോയി. അപ്പൊ ഇത് ഞാൻ ഓരോ തവണയും ഈ ഒരു പ്രയോഗം ചെയ്യാറുള്ളതാണ്. ഈ ആങ്കർ ബയസിനെ പൊളിക്കാൻ ഞാൻ ഓരോന്ന് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും. പ്രത്യേകിച്ചും ഈ AI ഗൂഗിൾ പോലുള്ള സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ജഡ്ജ്മെന്റ് മാറ്റിയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോകും. അപ്പൊ ഒരിക്കലും നമ്മൾ ഈ ആങ്കർ എന്നുള്ള സാധനത്തെ ആദ്യത്തെ ഇൻഫർമേഷനെ ഇല്ലാതാക്കലല്ല, ആങ്കറിന്റെ സ്വാധീനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സ്വന്തമായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് സുതാര്യമായി കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിൽ നിന്നും ആ മറഞ്ഞിരിക്കുന്ന തടസ്സമാണ് ഈ ആദ്യ വിവരം എന്നുള്ള ധാരണ. അതിനെ വ്യാഖ്യാനിക്കുന്നത്, പ്രതികരിക്കുന്നത്, ആ പാറ്റേൺ ആയിട്ട് മാറുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ നമ്മുടെ ഉള്ളിലെ പാറ്റേൺ തിരിച്ചറിയുക, അതിന് പോസ് കൊടുക്കുക, വർത്തമാന സാഹചര്യത്തെ കാണുക, പുതിയ തെളിവുകൾ പരിശോധിക്കുക, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ സ്വതന്ത്രമായിട്ട് അതിനെ വിലയിരുത്തുക. അപ്പൊ നമുക്ക് ബോധപൂർവമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. അപ്പോ ആദ്യമായി മനസ്സിൽ പറഞ്ഞത് യാഥാർത്ഥ്യത്തിന്റെ അളവുകോലാകണമെന്നില്ല എന്നത് കൃത്യമായിട്ട് ബോധ്യപ്പെടുക. അപ്പോൾ ആങ്കറിംഗ് ബയസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതയാനുരാഗം പോലെ നമുക്ക് പ്രധാനപ്പെട്ടതാണത്, തെറ്റല്ല. പക്ഷെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റായി പോകും. അതുകൊണ്ട് ആങ്കറിംഗ് ബയസിനെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാം. ഇത് നിങ്ങളുടെ പാറ്റേൺ ഷിഫ്റ്റിനുള്ള ഒരു പുതിയ രീതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. തുടർന്നുള്ള ബയസുകളെ കുറിച്ച് നാളെ സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന്
ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.